ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്ന് കൃഷ്ണ സന്ദേശം നോക്കാം. എന്താണ് നമുക്കിന്ന് തന്നിരിക്കുന്ന സന്ദേശം? ഓക്കെ, യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം. നമുക്കിന്നാണ് ഇന്ന് തന്നിരിക്കുന്ന സന്ദേശം. ഓക്കെ, സ്ഥിരമായി സമർപ്പിതനായ ആത്മാവ് എല്ലാ പ്രവൃത്തികളുടെയും ഫലം എനിക്ക് സമർപ്പിക്കുന്നതിനാൽ കളങ്കമില്ലാത്ത സമാധാനം നേടുന്നു എന്നാണ് പറയുന്നത്. എന്ന സന്ദേശമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്ക് ഏത് കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് ചെയ്യുന്നത് ഭഗവാന്റെ മുൻപിൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ടാവണം എന്നാണ്. അതിന് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഭക്ഷണം ആദ്യം നമ്മൾ സമർപ്പിക്കുന്നു, അതിനുശേഷം അത് കഴിക്കുന്നു. എന്ന പോലെ ഒരു ഇല അനങ്ങുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ഇല കൊഴിഞ്ഞ് താഴെ വീഴുന്നു എന്ന് വെച്ചോളൂ, എന്നാൽ പോലും അത് ഈശ്വരനറിയാതെ നടക്കുന്ന പ്രവൃത്തികളല്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒരു വലിയ പ്രപഞ്ച ശക്തിയുണ്ട്. ആ ശക്തി അറിയാതെ ഒരു കാര്യവും നടക്കുന്നില്ല. ആ ശക്തിക്ക് മുൻപിൽ നമ്മളുടെ ഏത് കർമ്മമാണെങ്കിലും ആ കർമ്മം അവിടെ അർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സമാധാനം ലഭിക്കും. കളങ്കമില്ലാത്ത സമാധാനം നേടുന്നു എന്നാണ്. നമ്മൾക്ക് അതിനൊരു റെമഡി തന്നിരിക്കുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങളില്ലാതെ പ്രവർത്തികൾ ചെയ്യുക. ഫലങ്ങൾ ഉയർന്ന ലക്ഷ്യത്തിനോ മറ്റുള്ളവരുടെ ക്ഷേമത്തിനോ വേണ്ടി സമർപ്പിക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സന്ദേശം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.